ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 23 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. പുനരുദ്ധാനത്തെ അംഗീകരിക്കാത്ത സദുക്കായർ വന്ന് ഈശോയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം. പുനരുദ്ധാനത്തിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ അവർ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കുമെന്ന് ഈശോ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതും സഭ ഇന്ന് തുടർന്നു പോകുന്നതുമായ ഒരു വിശ്വാസമാണ് നിത്യജീവനിലുള്ള അല്ലെങ്കിൽ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഈ ലോക ജീവിതത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ല പുനരുദ്ധാനത്തിലെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25:46 തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. തിന്മ ചെയ്തവർ നിത്യനാശത്തിലേക്കും നീതിമാന്മാർ നിത്യരക്ഷയിലേക്കും പ്രവേശിക്കുമെന്ന്. തിരുവചനം നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് നിത്യരക്ഷയും നിത്യനാശവും. അതുകൊണ്ട് ഈ ലോക ജീവിതം നമ്മൾ എങ്ങനെ ജീവിക്കുന്നോ അതിന് ദൈവം നമുക്ക് തരുന്ന ഒരു സമ്മാനമാണ് നിത്യരക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നീതിമാന്മാരെ പോലെ രക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ ലോക ജീവിതത്തിൽ നമ്മളൊരു മോശമായ ഒരു ജീവിതമാണോ നയിക്കുന്നെങ്കിൽ അത് നിത്യനാശത്തിലേക്ക് പോകുമെന്ന തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും നിത്യ രക്ഷയെ പ്രതി നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാനും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നന്മയുള്ള മനുഷ്യരായി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.